ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിന്റെ ഉത്തരമൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കാം. റെഡിയല്ലേ? ചോദ്യം ഇതാണ്: നിരവധി നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുക്കാൻ ഏറ്റവും വലിയ പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷനുകൾ നോക്കാം. എ ഗാന്ധിജി, ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി ജവഹർലാൽ നെഹ്റു, അതോ ഡി സുഭാഷ് ചന്ദ്രബോസ്. വേഗത്തിൽ ആലോചിച്ചോളൂ. സമയം തുടങ്ങുന്നു. 3, 2, 1. യെസ്, ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നതാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്നറിയാമോ? 500-ലധികം. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അതെ, ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഔദ്യോഗികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലല്ലാത്ത 500-ലധികം നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരവസ്ഥ. ഇതിലും വലിയൊരു കാര്യം എന്താണോ? സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഇന്ത്യയുടെ കൃത്യം 48% ഭൂപ്രദേശവും, അതായത് ഏതാണ്ട് പകുതിയോളം ഭാഗവും ഈ 500ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിരുന്നു. എത്ര വലിയൊരു ഭൂപ്രദേശമാണെന്ന് ഊഹിക്കാമല്ലോ. ഈ 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി മാറ്റി ഇന്നത്തെ ഇന്ത്യയാക്കി തീർക്കുക എന്ന വലിയൊരു ടാസ്ക് സർദാർ പട്ടേലിനാണ് ലഭിച്ചത്. അത്ര എളുപ്പമായിരുന്നല്ലോടോ അത്. കാരണം 1947-ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഈ നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരാം, അതുമല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായി തുടരാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. സ്വന്തമായി നിൽക്കാൻ ആഗ്രഹിച്ച രാജാക്കന്മാരെ തന്റെ തന്ത്രങ്ങൾ കൊണ്ടും നയതന്ത്രജ്ഞത കൊണ്ടും ഒന്നിപ്പിച്ചാണ് അദ്ദേഹം ഇന്നത്തെ ഇന്ത്യ കെട്ടിപ്പടുത്തത്. സർദാർ പട്ടേലിന്റെ ഈയൊരു ദൃഢനിശ്ചയമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഇന്ന് എങ്ങനെയായിരിക്കുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഹിസ്റ്ററി ഫാക്ട്സുകൾക്കും ക്വിസുകൾക്കുമായി ഞങ്ങളുടെ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.